ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്കയാണ്. അപ്പോൾ ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ ചുക്ക. അപ്പോൾ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചർ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ നന്നായിട്ട് വൃത്തിയായി കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഇനിയും മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഈ ചിക്കനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. സമയമുണ്ടെങ്കിലൊക്കെ 1 മണിക്കൂറൊക്കെ വെക്കാം. ഞാനിവിടെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിനെയും മാറ്റി വെക്കാം. ഇനി അടുപ്പ് കത്തിച്ച് നമുക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് സവാള വറുത്തെടുക്കാനുണ്ട്. അപ്പം ചൂടുകട്ടിയുള്ള ഒരു ഉരുളിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഗോൾഡൻ കളറായിട്ട് ഈ സവാള വറുത്തെടുക്കുന്നതിൻ്റെ തൊട്ട് തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി എണ്ണ കൂടുതൽ ഒഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്ത് കിട്ടും. ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ള എണ്ണ മാത്രമേ ഞാൻ ഇപ്പോൾ ഈ സവാളയിലേക്ക് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയമെടുത്താണ് ഈ സവാള ഒന്ന് വറുത്ത് കിട്ടിയത്. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. സവാളയെല്ലാം ഇപ്പം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്തിപ്പോൾ 1 ടേബിൾ സ്പൂൺ മേളിൽ എണ്ണയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തന്നെ ചതച്ചെടുത്ത ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ ചേർക്കുന്നുണ്ട്. അതേ ലെവലിൽ തന്നെ വെളുത്തുള്ളിയുടെ ചേർക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ അതോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചകുത്തിലൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നമ്മൾ ആദ്യമേ മാരിനേറ്റ് ചെയ്യാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയോട് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ചവത്തിലെല്ലാം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് മാറ്റി കൊടുക്കാം. ചൂടുകട്ടിയുള്ള ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വഴന്ന് കിട്ടും. പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് മുഴുവനെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലയും ഈ ചിക്കനും നന്നായിട്ട് യോജിച്ച് കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുത്താൽ മതി. ആ മസാലയെല്ലാം ചിക്കനെ പിടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് ആദ്യമേ നമ്മൾ ചിക്കനെ ചേർത്തതിൽ. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചെറുതീയിലിരുന്ന് ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഞാൻ 1-2 വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി ചിക്കൻ നല്ലതായിട്ട് വേവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക്
1 ടേബിൾ സ്പൂണോളം വറുത്ത് പൊടിച്ച നമ്മുടെ പെരുംജീരകത്തിൻ്റെ പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർക്കാം. ഇനിയും 1 തണ്ട് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് മല്ലിയില ചേർക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയോടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പം, ചപ്പാത്തി, പൊറോട്ടയോടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്